ആരെ നോക്കല്ലെന്നാ പറഞ്ഞേ? 11-ാം അധ്യായത്തിലെ ആരെ നിങ്ങൾ നോക്കരുത്. ഒന്നും കൂടെ പറഞ്ഞാൽ 33-ലധികം പേരുള്ള ആരെയും നോക്കരുത്. 33-കാരനായ യേശുവിനെ നോക്കണം. നിങ്ങൾ നോക്കിയേ, ഒറ്റ ചിന്ത. ദൈവമക്കളെ, ദാവീദിനെ നോക്കിയായിരുന്നെങ്കിലോ? ദാവീദിൽ എന്തെല്ലാം കുറവുകളുണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ടെ, എന്റെ കൂടെ ഉണ്ടോ? അബ്രഹാമിനെ നോക്കിയേ, എന്തെല്ലാം കുറവുകളുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? ഇസഹാക്കിനെ നോക്കിയേ, എന്തെല്ലാം കുറവുകളുണ്ട്. യാക്കോബിനെ നോക്കിയേ, എന്തെല്ലാം കുറവുകളുണ്ട്. മോശയെ നോക്കിയേ, എന്തെല്ലാം കുറവുകളുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ കുറവുള്ള ആളുകളിൽ നിന്ന് ഗുണമുള്ള എന്തോ 1-2 കാര്യങ്ങളേ ഉള്ളൂ. കേട്ടവർ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ പേര് പറഞ്ഞ ആളുകളിൽ എന്തെങ്കിലും എടുക്കാം. അബ്രഹാമിന് എന്തെടുക്കാം? നമുക്ക് വിശ്വാസം എടുക്കാം. എൻ്റെ കൂടെ ഉണ്ടോ? ദാവീദിൽ നിന്നെടുക്കാം ആരാധനയും ദൈവഹൃദയം എടുക്കാം. ബാക്കിയൊക്കെ എടുത്താൽ മോശം. കൈ ഉയർത്തി രാമയും പറഞ്ഞാട്ടെ. പക്ഷേ എബ്രായ ലേഖനം 12 വരിക, ഇത്രയും പേരെ നിരത്തി നിർത്തിയിട്ട് പറയുക, അവരെ ആരെ നോക്കണ്ട, ഒരു കുറവുമില്ലാത്ത ഒരാളെ ഞങ്ങൾ കാണിച്ചു തരാം. അവന്റെ പേര് നസ്രയനായ യേശുവാണ്. ആ കൈയൊന്ന് ഉയർത്തി, ഒന്നും കൂടെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഒരു കുറവുമില്ലാത്ത നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് മതഗ്രന്ഥമാണെങ്കിലും ഒന്ന് എടുത്തു വായിച്ചു നോക്കണം. രക്തം ചൊരിയാതെ വിമോചനമില്ല. അതേതെങ്കിലും ഒരു പാർട്ടിയുടെ വാക്യമല്ല. രക്തം ചൊരിയുന്നവൻ ഏതോ സംസ്കൃത ലേഖനങ്ങളിൽ പറയുന്നത് അവനാണ് ഏകരക്ഷകൻ. തന്നെത്താൻ രക്തം തന്റെ ശരീരത്തെ കൊടുത്ത് വിശുദ്ധിയോടെ ജീവിച്ച് തന്റെ രക്തം മാനവ കുലത്തിനു വേണ്ടി ഒഴിക്കപ്പെടുന്ന അവനാരോ അവനാണ് ദൈവം. എന്റെ കൂടെ ഉണ്ടോ?